ബാലൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് having to share a movie with Maha. It's like amazing for me. So thank you to Alan and Anoop and everyone at Jean. Thank you so much for this. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ? അപ്പോൾ അതാണ് സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ഇത് പറഞ്ഞപ്പോ ടോവിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ ഫെൽറ്റ് ഷീ വാസ് ബ്ലഷിംഗ്. അല്ലേ? സോ ആൻഡ് ഹൗ ഇസ് ദിസ് എക്സ്പീരിയൻസ് ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ലുലു മോളിൽ വന്ന് നിന്ന് ഫോർ യുവർ മൂവി, ഫോർ യുവർ അപ്കമിംഗ് മൂവി? എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം ഓവർ ഹിയർ. ഐ എം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒതുക്കി സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വേറെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. വെരി ഹാപ്പി. യെസ്, സോ thanks a lot for joining us. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം for ദിവ്യ പിള്ളൈ. വെരി ഹാപ്പി that you joined us this day. I'll get you back. സന്ദൂരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വാണ്ടഡ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം. അതിൽ എനിക്ക് നടികരനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചാൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ പറ്റില്ല, നീ അടിക്കല്ല. നടികരനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എവിടെ അനുവേട്ടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാവാൻ പറ്റിയതിൽ അതിപ്പോൾ നടികരുടെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം. കഥ വാഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പടണം, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു മെയിൻ പരിപാടിയായി മാറട്ടെ ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഒന്നുമില്ല ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളൊരു പരിപാടി വെച്ച് ഞാൻ കലക്കുമെന്ന്. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജാൻ്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നൊരു നമ്മളൊരു കലക്കൻ സിനിമ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നിരിക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. കൂടുതൽ തള്ളി മറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങൾ ബാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികറിൽ?
എന്നെ കാണാൻ മാത്രമല്ല ഈ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറേ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടുക്കൽ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു മാൻ. ടോവിനോട് ബിക്കോസ് ഞാൻ പൊക്കി പറഞ്ഞല്ലോ, ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ബേസിക്കലി എനിക്ക് മലയാളത്തിൽ ചെറുതായിട്ട് ഞാൻ വന്നു. ഞാനിടയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് പുള്ളിക്കാൻ അറിയാതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈസ് ദ സൂപ്പർ സ്റ്റാർ. ഡേവിഡ് പടിക്കൽ ഏറ്റവും സ്യൂട്ടാന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ അല്ലേ? യെസ്. സോ എനിവേ താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം സുരൻ. താങ്ക്സ് എ ലോട്ട്. രാജമൗലി ഒന്നും കാണണ്ട. ഇനിയൊരു ബാഹുബലി വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇവിടെ സെറ്റാ. യെസ്, എന്തൊക്കെയാണ് നമ്മുടെ നടികർ വിശേഷങ്ങൾ? താങ്ക് യു വന്നതിനെല്ലാം. നിങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ 4 മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ May 3 വി കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെന്റ് മാത്രമല്ല ഇതിനകത്ത് ഒത്തിരി ഡെപ്ത്, ലോട്ട് ലെയേഴ്സ് ടു ദ മൂവി. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു. May 3 തിയേറ്ററിലേക്ക് വരിക പ്ലീസ്. അടിപൊളി, സൂപ്പർ അല്ലേ? ഷോർട്ട് ആൻഡ് സ്വീറ്റ് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിന്റെ പിറകിലും? മൈത്രി മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ ലാൽ സർ ഒരു പ്രോജക്റ്റിൽ ഹി വാസ് ആക്ടിങ് ഇൻ വൺ ഓഫ് ദ മൂവീസ്. അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്തേക്കുന്ന എൻ്റെ മകനാണ്. അപ്പം ഇതുവരെ ഞങ്ങളതിൻ്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പം കെൻ വി ഡു പ്രൊഡ്യൂസ് വൺ ഓഫ് ഹിസ് മൂവീസ് എന്ന് പറഞ്ഞു. അപ്പം ദെൻ പപ്പ വിളിച്ചു പറഞ്ഞേടാ ഒന്ന് യു ഗൈസ് ട്രൈ ആൻഡ് ടോക്ക് ആൻഡ് സീ ഇഫ് ഇറ്റ് വർക്ക്. അങ്ങനെയാണ് അവർ വരുന്നത്. ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് കൊളാബറേഷൻ. ഐ ഹോപ്പ് വി കൻ ക്യാരി ദിസ് ഫോർവേഡ് ആൻഡ് give excellent results. Thank you so much. Yes, thanks a lot. So, ഒരു സെക്കൻഡ് ധൃതിയുണ്ടെന്ന് തോന്നുന്നു ഇല്ല? ഓക്കെ. കാരണം നിങ്ങളെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, മെയിൻ റീസൺ ബിഹൈൻഡ് ഈ ഒരു കൊളാബറേഷനൊക്കെ കാരണമായ ഒരാൾ. സോ അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് വിളിക്കും. എനിക്കറിയാം തന്നെ വിളിച്ചാൽ ചിലപ്പോൾ വരില്ല എന്നറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ക്യാൻ യു ജോയിൻ us? ഒരു നല്ല കൈയ്യടി കൊടുക്കാം. Ladies and gentlemen, we have ലാൽ ജൂനിയർ, ജീൻ ലാൽ പോൾ. വേണം? ഓ യെസ്, ഓക്കെ, അടിപൊളി. ഗൈസ്, അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് വന്നു നിന്നത് മഞ്ഞുമൽ ബോയ്സ് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിനയിച്ചു വന്ന് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ സിനിമയാണ് ദിസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനുമില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം ഫോർ ദീസ് 3 പീപ്പിൾ. താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് us. യെസ്, ബാക്ക് അല്ലേ നമ്മൾ പറയില്ലേ, ലൈക്ക് നമ്മുടെ മലയാളത്തിലെ തൃശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Ladies and gentlemen, we have Bhavana with us. Please do join us. And there you go. Very happy to have you here. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. സോ എൻ്റെ സെയിം ടീം ആൻഡ് ക്രൂ. ടൊവിനോ ആണ് പുതിയ ആൾ. അപ്പോൾ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻസ് ഉള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ തീർച്ചയായിട്ടും May 3 തിയേറ്ററിലേക്ക് വന്ന് കാണാം. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോനെയൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് 3 എത്തേണ്ടത് ഓൺ യുവർ പെർസ്പെക്റ്റീവ്? ഓക്കെ, ജീൻ്റെ മൂവിയാണ്. സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ മേലെ ഇവൻസ് ഔട്ട് ടൊവിനോ തോമസ് സൗദൻ ഷാഹിർ മൂവി. സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്. ചിരിക്കാനുണ്ട്, വിഷമിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, എല്ലാ elements ഉണ്ട്. Okay, so once again a big round of applause to Bhavana. Thanks a lot for joining.
സ്വയം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരാളല്ല. മലയാളികൾ നമ്മുടെ സ്വകാര്യ സൂപ്പർ ഹീറോ ആയി, മലയാളികളുടെ സൂപ്പർമാൻ ആയി ആഘോഷിക്കുന്ന ഒരാൾ. Ladies and gentlemen, it is time we invite to the stage the one and only Tovinol Thomas. ഹലോ, എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിതാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ? അടുത്ത് പിടിക്കണോ? സോറി, വീണ്ടും. അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയും മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും, ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും, ഡയറക്ടേഴ്സിന്റെയും ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ളൊരു സിനിമ ഇവർ 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക്. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളിപ്പടം തന്നെയാണ്. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു നിറഞ്ഞേക്കാം, ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവാൻ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ. സുവിനും പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെയും അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻ ബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നത്. എന്തുകൂടാ അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണേ, ഹൈറാർക്കിലല്ലേ, നോക്കി പറയാം. പിന്നെ അനൂപ്
അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അല്ലനും. തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനെയൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അല്ലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ട്ണറായിട്ട് വരുന്ന ആളാണ്. ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് റൗട്ടി സിനിമയുടെ കൂടെ നിന്നതിന് ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിവേട്ടനോടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിവേട്ടൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവന് നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിശുദ്ധപ്പൈരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോംത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലും സൗഭികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. എന്തു ഓക്കെ. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റും. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രൂവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കമ്പനി തന്ന എല്ലാവർക്കും നന്ദി. ചെയ്യുന്നതും പ്രത്യേകിച്ച് നന്ദി. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ത്രൂ ഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച്. കൊറിയൻ സിനിമ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ പോലിരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക്കയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഫസ്റ്റ് ടൈമാണ് ഏക്ക ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത്. പക്ഷെ കണ്ട പറയില്ലല്ലോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഒരു ഹായ 1000 ഹായ്. നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നതായിരിക്കും ബുദ്ധി. എടാ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചു, ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മെയ് 3-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും കാത്തു. താങ്ക് യു സോ മച്ച്. അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ നിന്നപ്പോഴാണ് നരച്ചേക്കുന്നത് ഒറിജിനലാണോ? അല്ല, അത് അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി. അപ്പൊ ഒറിജിനൽ അല്ല? ഒറിജിനലാണ്. ഒറിജിനലാണ്. ഞാൻ നരപ്പിച്ച
ഓക്കെ, സോ ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർസ് ആണ്. അപ്പൊ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികൾ? കാരണം നമ്മൾ തല്ലുമാല കണ്ടു, തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അല്ല, ഇതില് കുറച്ചുകൊണ്ട് ഇതിൽ 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാളെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്, അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 2 പേരെ പറ്റി പറയാൻ വിട്ടുപോയി. സൗഭികയും സുരേഷ് ഏട്ടനും. അവർ 2 പേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷേ ഷൂട്ടിങ്ങിന്റെ തിരക്കുകാരുകൊണ്ട് അവർ 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള 2 പേരും അവർ 2 പേരുമാണ്. പിന്നെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ. ലൈഫ് സ്റ്റൈൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ? അല്ല, കേൾക്കാമോ? ശബ്ദം കുറക്കാം. ഇത് അവര് സൗണ്ട് കുറക്കണുണ്ടോ? ഞാൻ പറയുന്നതിന്റെ കുഴപ്പമല്ല. ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല. പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുമുള്ള ഇൻസിഡൻസും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പടിക്കൽ. ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ച യാദൃശ്യം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ബാലു ഒന്ന് ജോയിൻ ചെയ്യൂ. ചന്തു, ആൻഡ് നിങ്ങളെ വിളിച്ചതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഞങ്ങള് കിരീടം കണ്ടു, അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു. അപ്പോ നിങ്ങളോടാ ഇവിടെ നമുക്ക് തല്ലുമാല സിനിമയിൽ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല. ഇതിന് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. കളിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളൊന്ന് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾ നമുക്ക് ഈ കളി എത്ര നേരം വേണമെങ്കിലും തുടർന്നുകൊണ്ട് പോകാം. പക്ഷെ ഡാൻസ് കളിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു സ്റ്റെപ്പ്. സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയം എനിക്ക് സംശയമൊന്നുമില്ല. കളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു ഫോട്ടോ എടുത്തു. പക്ഷെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവും. സോ നമുക്കൊരു ഫുൾ 360 ഡിഗ്രി സെൽഫി വീഡിയോ പോവാം. യെസ്, ആരെങ്കിലും ഒരു ഫോൺ തന്നു കഴിഞ്ഞാൽ വി കൻ ഗോ ഓൺ എ സെൽഫി വീഡിയോ വിത്ത് ദാറ്റ്. താങ്ക്സ് a lot. നമുക്ക് നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഒന്ന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നടികരുടെ നമ്മുടെ എൻറ്റയർ നടികരുടെ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയാണ്. നടികർ നമുക്കൊരു അടിപൊളി ഫോട്ടോ എടുക്കണം. കുറച്ചുകൂടി കയറുന്നു. It's created because, ladies and gentlemen, Kochi, so ദിവസം മറക്കണ്ട, it's May 3rd global release. എല്ലാവരും തിയേറ്ററിൽ എത്തുക, കാണുക ആൻഡ് ഒരു വൻ വിജയമാക്കി മാറ്റുക. This is going to be a movie to be celebrated. So this is for Nadigar by Lal Junior, everybody. Yes, thanks a lot to the entire crew. But Tobino, ഭാവന, ദിവ്യ, ബാലു, ടോബി ഒന്ന് നിൽക്കണം. ഇദ്ദേഹമാണ് ഇത്രയും നേരം ഇവിടെ കിടന്ന് ഇച്ചായ ഒന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു അദ്ദേഹം. സോ anyway, yes, ഇന്ത്യയിലെ തന്നെ as of magnitude one of the biggest fashion event ever. Here we go, ladies and gentlemen, we have Pepe
Jeans London presents Lulu Fashion Week, powered by Avanti and Peter England in association with Louis Philippe, Croydon UK and Sim. May 8 മുതൽ May 12 വരെയുള്ള ദിവസങ്ങളിലാണ് ലുലു മോൾ കൊച്ചിയിൽ the very first edition of the 7th edition of Lulu Fashion Week അരങ്ങേറാൻ പോകുന്നത്. അതിനുശേഷം ബംഗളൂരുവിൽ May 10 to 12, Trivandrum May 15 to 19, Hyderabad May 17 to 19, and Lucknow May 24 to 26. So we are. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കാണാൻ, ഞങ്ങളുടെ ഈ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമാവാൻ ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന്, ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലത് മാത്രം വേണ്ടേ, സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.